വളരെ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് നമ്മൾ കേട്ടത്. ആരാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്? നൂറാൻ സിസ്റ്റേഴ്സ്. ആരാണ് നൂറാൻ സിസ്റ്റേഴ്സ്? ജ്യോതി നൂറാൻ, സുൽത്താന നൂറാൻ എന്ന് പറയുന്ന രണ്ട് സഹോദരിമാരാണ്. ഈ സഹോദരിമാരെന്ന് പറയുന്നത് പഞ്ചാബിലാണ് അവര് വളർന്നതും ജനിച്ചതും ഒക്കെ. പഞ്ചാബിലെ ജലന്ധർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഫെനോറി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ ജന്മദേശം. ഇവരുടെ വകയില് ഒരു കുഞ്ഞമ്മ വളരെ വലിയൊരു സൂഫി ഗായികയായിരുന്നു. അപ്പൊ അവരാണ് ഇവരെ ഈ ഒരു പാട്ട് പഠിപ്പിച്ചത്. അപ്പൊ അവരുടെ മകനാണ് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ സംഗീത ലോകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ സൂഫി സംഗീതത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു ദൈവികമായ സംഗീതമാണ്. അതിലൂടെ ഇവരങ്ങ് ഭയങ്കര ഫേമസ് ആയിരിക്കുന്ന സമയത്ത് കനേഡിയൻ മ്യൂസിക് സംവിധായകനാണ് ഇവരെ സിനിമയിലേക്ക് ഇവരെ കൈപിടിച്ചു കൊണ്ടുവരുന്നത്. പിന്നീട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല, തൊട്ടതെല്ലാം പൊന്നാണ്. അത് അവസാനം വന്നു നിൽക്കുന്നത് നമ്മുടെ മലയാളത്തിലെ ലോക എന്ന് പറയുന്ന സിനിമയിലെ സംഗീതത്തിലൂടെയാണ്. നിങ്ങൾക്ക് കേട്ടു നോക്കിയാൽ മനസ്സിലാവും, നമ്മളെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന സംഗീതമാണ്. നമ്മൾ അവരെ കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതെന്ന് പറയുന്ന ആ സംഗീതത്തിലെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ്. അത് ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൂടാതെ തന്നെ ഇവരെന്ന് പറയുന്നത് ഇവരുടെ കയ്യിലിരിക്കുന്ന പൈസയൊക്കെ എടുത്തിട്ട് ഒരു കൊച്ചു കുഞ്ഞിന് കൊടുക്കുന്നത്, കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ഒരു വീഡിയോ ഉണ്ട്. അതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവര് സാമ്പത്തികമായിട്ടും അവരുടെ വിഷമങ്ങളും എല്ലാം അറിഞ്ഞു വളർന്ന കുട്ടികളാണ്. അവർ പിന്നീട് സംഗീത ലോകത്തെത്തി വളരെ ഫേമസ് ആയി. എന്നാൽ അവരിന്നും ആ അവരുടെ പഴയ വിഷമങ്ങളെല്ലാം അറിഞ്ഞു തന്നെയാണ് അവർ ജീവിക്കുന്നത്. സൂഫി സംഗീതം എന്ന് പറയുമ്പോൾ തന്നെ ദൈവികമായ ഒരു സംഗീതമാണ് അവർ പാടുന്നത്. അത് പിന്നെ സിനിമയിലെത്തി, അത് ഫേമസ് ആയി. എന്തായാലും നമ്മുടെ മലയാളത്തിനും അവരുടെ വോയിസ് കേൾക്കാൻ പറ്റി എന്നുള്ളത് നമ്മൾ മലയാളികൾക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാരണം ആ പാട്ട് ലോകയിൽ കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ് ആ പാട്ട് കേൾക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും നൂറാൻ സിസ്റ്റേഴ്സ് ഇതാണ്. അല്ലാതെ നമുക്ക് വെറുതെ തമാശയ്ക്ക് ട്രോളേണ്ട ആളുകളല്ല അവരെന്ന് പറയുന്നത്.